ഫറാസത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷണം പറയുക. ഒരാളുടെ ശരീരപ്രകൃതി കണ്ടിട്ട് അയാളുടെ സ്വഭാവം എന്താണെന്ന് പറയുക. ഒരാളുടെ പുറം കണ്ടിട്ട് അയാളുടെ അകം എന്താണെന്ന് പറയുക. ഇതിനാണ് ലക്ഷണം പറയുക, ഫറാസത്ത് എന്ന് അറബിയിൽ പറയുക. ഇത് മോമിനായ സത്യസന്ധരായ മോമിനിയങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു കഴിവാണ്. പ്രവാചകൻ പറയുന്നത് തന്നെ ഫഇന്നഹു യൻദുറു ബിനൂരില്ല. ഈ ലക്ഷണം പറയുന്ന ആളുകൾ അവരുടെ കാഴ്ച അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് അവർ വസ്തുക്കളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാകും. സത്യസന്ധനായ മുഅ്മിനായ മനുഷ്യന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുക്കും. അത് പറയാനുള്ള ഒരു കഴിവ് അവർക്ക് അള്ളാഹു കൊടുക്കും. ചില അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കിത് പറയാൻ കഴിയും. ഭൂരിഭാഗം അത് ശരിയായിരിക്കും, അപൂർവമായിട്ട് അതിനകത്ത് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ പറയുന്നത് ശർഈയായ ഒരു തെളിവോ ഒരു വഹീന് തുല്യമായ ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ അതുകൊണ്ടൊരു ശർഈയായ വിധി സ്ഥാപിക്കാനോ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു കക്ഷ്യത്തിൽ വിധി കൽപ്പിക്കാനോ ഒന്നും കഴിയില്ല. അതാണ് ഫറാസത്ത് എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമറിന്റെ മകൻ പറയുന്നുണ്ട്, എന്റെ വാപ്പ ഒരു കാര്യത്തെക്കുറിച്ച് അദുന്നു കഥ, അത് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന ഒരാളായിരുന്നു എന്റെ വാപ്പ ഉമർ. വളരെ അപൂർവമായിട്ട് വാപ്പ പറയുന്നത് തെറ്റാറുണ്ടായിരുന്നുള്ളൂ എന്ന് മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ അതിലിങ്ങനെ നടന്നുപോയി. അദ്ദേഹത്തിന്റെ പേര് സവാദ് ഇബ്നു ഖാരിബ് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ഇപ്പോഴും മുസ്ലിം ആയിട്ടില്ലേ? അയാൾ ജാഹിലിയത്തിലെ ജ്യോത്സ്യനായി ഇപ്പോഴും തുടരുകയാണോ എന്നിങ്ങനെ അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു. ഇദ്ദേഹത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അറിയില്ല. എന്നിട്ട് അയാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. സുന്ദരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അടുത്തു വന്നപ്പോൾ ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും മുസ്ലിം ആയിട്ടില്ലേ? ഇപ്പോഴും ജാഹിലിയത്തിൽ ജ്യോത്സ്യനായി തുടരുകയാണോ എന്ന് അയാൾ ചോദിച്ചു. അപ്പൊ അയാള് പറയാണ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വീകരണമായിട്ടാണ് ഞാനതിനെ കണ്ടത്. ഞാൻ നേരത്തെ മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായ എന്നോടാണ് ചോദിക്കുന്നത്, ഈ മുസ്ലിമായിട്ടില്ലെന്ന് ചോദിക്കുന്നത്. ഞാൻ മുസ്ലിമായെന്ന് ഉമറിനോട് അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നീ ജാഹിലിയത്തിലെ ജ്യോത്സ്യനായിരുന്ന സമയത്ത് നിന്റെ ജിന്ന് നിന്നോട് പറഞ്ഞ ഒരു വൃത്താന്തം എനിക്ക് നീ പറഞ്ഞു തരണം. ഇദ്ദേഹം ജ്യോത്സ്യനായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജിന്ന് സേവയുണ്ട്. റഇയ എന്ന് പറയുന്ന ഒരു ജിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നിന്റെ ജിന്ന് നിന്നോട് പറഞ്ഞ ഒരു വൃത്താന്തം എനിക്ക് നീ പറഞ്ഞു തരണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ജിന്ന് എന്നോട് ജാഹിലിയ കാലത്ത് എന്നോട് ആകാശത്തുനിന്ന് വാർത്തകൾ കേട്ട് പറയാറുണ്ട്. അങ്ങനെയാണ് ഈ ജ്യോത്സ്യന്മാരെ നമ്മളൊരു കാര്യങ്ങൾ പറയുക. ആകാശത്ത് കയറി ചെന്ന് മലക്കുകളുടെ സംസാരം കേട്ടിട്ട് അവരെ സേവിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ജാഹിലിയ കാലത്ത് എന്റെ റഈ എന്ന് പറയുന്ന ജിന്ന് എന്നോട് ഇങ്ങനെ വിവരങ്ങളൊന്ന് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ അത് പറയാൻ ജിന്നിന് കഴിയാതെ വന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടു എന്ന വാർത്തയാണ് കിട്ടിയത്. നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടതോടുകൂടി ആകാശലോകത്തേക്കുള്ള ജിന്നുകളുടെ പ്രവേശനം തടയപ്പെട്ടു. ആ വിഷയം ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അത് വാർത്തകൾ കേൾക്കാൻ വേണ്ടി ആകാശത്തേക്ക് പോയാൽ ഞങ്ങൾ എറിയപ്പെടുന്ന ഖുർആൻ പറയുന്നുണ്ട് ആ വിഷയം. അപ്പൊ ഈ ജിന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത വൃത്താന്തം എന്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഒരു അനുഭവം ഞാൻ നിന്നോട് പറയാം. ഞാൻ മുശ്രിക്കായിരുന്ന സമയത്ത് ഒരിക്കൽ വിഗ്രഹങ്ങൾക്കിടയിൽ കിടന്നുറങ്ങുകയാണ്. ഞാൻ അന്ന് വിഗ്രഹാരാധകനാണ്. വിഗ്രഹങ്ങൾക്കിടയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു അശരീരി കേട്ടു. അശരീരി ഇങ്ങനെയായിരുന്നു, യാ റജുലുൻ ജലീഹ് അംറുൻ നജീഹ് യതകല്ലമു ബിഹി റജുലുൻ ഫസീഹ് യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോശക്കാരനായ മനുഷ്യ, വിജയകരമായ ഒരു കാര്യം വന്നിരിക്കുന്നു, ഒരു വാചാലനായ മനുഷ്യൻ അതുകൊണ്ട് സംസാരിക്കുന്നു, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട് എന്ന് ഒരു അശരീരി ഞാൻ ഇങ്ങനെ കേട്ടു. എണീറ്റ് നോക്കുമ്പോൾ ആരാണ് പറഞ്ഞതെന്നൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? ഞാനൊരു അശരീരി കേട്ടല്ലോ, ഇതെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് അന്വേഷിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാര്യവും നബി ഇങ്ങനെ ഒരു പ്രബോധനം ചെയ്യുന്ന കാര്യവും നബിയുടെ ദഅവത്തിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തുടക്കം ഈ അശരീരിയാണ്. അത് കേട്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉദിക്കുന്നത്. പിന്നീട് പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ്. ഒരാളെ കണ്ടിട്ട് അയാളുടെ ലക്ഷണം പറയാൻ, അയാളുടെ സ്വഭാവം പറയാൻ കഴിയുക എന്നുള്ളത്.
അത് ഉമർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു. നമുക്കും അത് കഴിയും, അതൊരു അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഈമാൻ സത്യസന്ധമായി കഴിഞ്ഞാൽ അള്ളാഹു നമുക്കൊരു പ്രകാശം നൽകും, ഒരു ഉൾക്കാഴ്ച നൽകും. ആ ഉൾക്കാഴ്ചയിലൂടെ നമുക്കും അതിനുള്ള കഴിവ് തരും. അല്ലാഹു തആല നമ്മുടെ ഈമാൻ പരിപൂർണമാക്കി തീർക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.